12 verse 1 and 2. റോമർക്കെതിരെ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഈ വാക്യം വളരെ പരിചിതമായ ഒരു വാക്യമാണ്. റോമർക്കെതിരെ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. നമ്മളിവിടെ കാണുന്ന ഈ കാര്യം, ഐ ബിസീച്ച് യു ദെയർഫോർ, മലയാളത്തിൽ ഒരു പക്ഷെങ്കിൽ ആ നിലയിൽ കാണത്തില്ല, പക്ഷേ ഇവിടെ പറയുന്ന ഐ ബിസീച്ച് യു ദെയർഫോർ. നേരത്തെയും പറഞ്ഞിട്ടുള്ളതുപോലെ ദെയർഫോർ എന്നുള്ളൊരു വേർഡ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ മുമ്പിലുള്ള ഏതൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന വാക്യമാണ് അത്. അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്കറിയാം, റോമർക്കെതിരെ ലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായം വരെ ഒത്തിരി കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് പറയുന്ന നമുക്ക് നമ്മുടെ രക്ഷ എങ്ങനെയാണ് ദൈവം തന്നത്, നമുക്ക് വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ആരായിരുന്നു, നമ്മൾ പാപികളായിരുന്നു, നമുക്ക് രക്ഷ ലഭിച്ചു. അതേപോലെ തന്നെ ക്രിസ്തുവേശുള്ള സ്നാനത്തിൽ നമുക്ക് എന്താണ് ലഭിച്ചത്, ക്രിസ്തുവിൻ്റെ ഉയർപ്പിനോടുകൂടെ ഒന്നായതുകൊണ്ട് നമുക്ക് എന്താണ് ലഭിച്ചത്, അതേപോലെ എങ്ങനെയാണ് ന്യായപ്രമാണത്തിൽ നമ്മളെ സ്വതന്ത്രമാക്കിയത്, അതേപോലെ പരിശുദ്ധാത്മാവിൽ നമുക്ക് എന്താണ് ലഭിക്കുന്ന ആ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയും റോമർക്കെതിരെ ലേഖനം 8-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ പറയുന്നു. ക്രിസ്തുവേശുള്ള ഉറപ്പിനെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ 9, 10, 11 അധ്യായങ്ങൾ വരുമ്പോഴത്തേക്കും ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു. ആ ഇസ്രായേലിന് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളും അത് നിറവേറാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് 9, 10, 11 അധ്യായങ്ങൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 12-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയണം, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്, ഇത്രയൊക്കെ കാര്യം കർത്താവ് ചെയ്തത് കൊണ്ട് ദൈവത്തിൻ്റെ മനസ്സലിവാണ് ഇത്. ഇത്രത്തോളം ദൈവം ചെയ്തത് നമ്മളോടുള്ള മനസ്സലിവാണ്, കരുണയാണ് എന്ന് പറഞ്ഞു. ഈ മനസ്സലിവുള്ള ദൈവം ഇത്രത്തോളം ചെയ്തത് കൊണ്ട് എന്നിട്ട് പറഞ്ഞിട്ടാണ് അടുത്ത ഭാഗം പറയുന്ന ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നമുക്കറിയാം, ഈ റെയിൽവേ നിങ്ങൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ. സാധാരണ റോഡിലല്ലല്ലോ നമ്മുടെ ട്രെയിൻ എൻജിൻ പോകുന്നത് എപ്പോഴും 2 റെയിൽ പാളങ്ങളിലാണ്. അതിൽ ഒരു പാള ഇടയ്ക്കൊന്ന് മുറിഞ്ഞു പോയാൽ എന്തോ പറ്റും? എന്തായി? ആക്സിഡൻ്റ് ഉണ്ടാവും അല്ലേ? അപ്പം അതേപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നു, വളരെ അനുഗ്രഹമാണ്, കർത്താവ് തരുന്ന എല്ലാ കാര്യങ്ങളുമാണ്. പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങൾ അടുത്ത റെയിലിൽ കൂടെ തന്നെ പോയില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡീറെയിലാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിഡൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് ഇതായിരുന്നു നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ശ്രദ്ധിച്ച് കേൾക്കണം. അധികം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, പക്ഷേ കുറച്ച് വാക്യങ്ങൾ വായിച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നു, ബൈ ദ മേഴ്സീസ് ഓഫ് ഗോഡ്. ഒന്നുകൂടെ വായിച്ചാടാ വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പി. ഇവിടെ പറഞ്ഞിരിക്കുന്നു ബുദ്ധിയുള്ള ആരാധനയായി. ഇംഗ്ലീഷിൽ ആരാധന എന്നുള്ളൊരു വാക്ക് സം ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യുന്നത് സർവീസ്. എൻ്റെ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് റീസണബിൾ സർവീസ് എന്നാണ്. ചിലർക്ക് മലയാളവും ഒത്തിരി ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ആരാധനയായി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാലും ഇത്രയും കാര്യം ദൈവം നമുക്ക് ചെയ്തത് കൊണ്ട് തിരിച്ച് അവന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് ആരാധന, അല്ലെങ്കിൽ അവന് വേണ്ടി ചെയ്യുന്ന ഒരു സേവനം, അല്ലെങ്കിൽ അവന് വേണ്ടി ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത്. അത് ബുദ്ധിയുള്ള ആരാധനയായി എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് എ റീസണബിൾ തിങ് ടു ഡു? ഇത്രത്തോളം ദൈവം നമുക്ക് ചെയ്തത് കൊണ്ട് നമ്മുടെ സൈഡിൽ നിന്നും റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? നമ്മൾ റീസണബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ശരീരങ്ങളുടെ, നമ്മുടെ അവയവങ്ങളെ വായിച്ചാട്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അപ്പോൾ ദിസ് ഈസ് വാട്ട് ഗോഡ് എക്സ്പെക്ട്സ് ഫ്രം ഈച്ച് വൺ ഓഫ് us. ഇത്രത്തോളം ദൈവം നമുക്ക് വേണ്ടി മനസ്സലിവിൽ ചെയ്തത് കൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ്, ദാറ്റ് വി മസ്റ്റ് ഓഫർ അവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ്, ഹോളി ആൻഡ് അക്സെപ്റ്റബിൾ ടു ഗോഡ്. നമ്മുടെ
ശരീരത്തിൻ്റെ അവയവങ്ങളെ ദൈവസന്നിധിയിൽ വിശുദ്ധിയുള്ളതും ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. ഈ യാഗം എന്നുള്ള വാക്ക് നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം, ഇറ്റ് ഇസ് എ സാക്രിഫൈസ്. സാക്രിഫൈസ് മീൻസ് ദർ ഇസ് സംതിങ് നീഡ് ടു ബി സാക്രിഫൈസ്. ചിലതൊക്കെ നഷ്ടപ്പെടേണ്ടതുണ്ട് അല്ലേ? അല്ലെങ്കിൽ അതിനെ സാക്രിഫൈസ് നമ്മൾ പറയുന്നില്ല. ഐ സാക്രിഫൈസ് മൈ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയാണ് ഞാൻ ഈ കാര്യം ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് ദർ ഇസ് എ സാക്രിഫൈസ് ബിഹൈൻഡ് ഇറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ നഷ്ടം അതിൻ്റെ പുറകിലുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് വിശുദ്ധമായിരിക്കണം, ജീവനുള്ളതായിരിക്കണം. എന്താണ് നമ്മൾ സമർപ്പിക്കുന്നത്? നമ്മളുടെ ശരീരങ്ങളെ. നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൈകാലുകളെ മുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നല്ല അവിടെ പറയുന്നത് നമ്മളുടെ ഓരോ അവയവങ്ങളും ദൈവസന്നിധിയിൽ ഒരു യഥാർത്ഥത്തിൽ കർത്താവിന് പ്രസാദമുള്ള യാഗമായിരിക്കണം. ഇച്ചിരി തെളിച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, എൻ്റെ കണ്ണ്, എനിക്ക് ദൈവം ഒത്തിരി പ്രോമിസും ഒത്തിരി കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ കണ്ണ് എവിടെയൊക്കെ പോകണം എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? ദൈവമാണോ ഞാനാണോ തീരുമാനിക്കുന്നത്? ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലേ? ഓഫ് കോഴ്സ് ഗോഡ് ക്യാൻ കൺട്രോൾ ഇറ്റ്, ഓഫ് കോഴ്സ് ഗോഡ് ഇസ് എ സൂപ്പർ പവർ. പക്ഷേ ഞാനാണ് തീരുമാനിക്കുന്നത് ഞാൻ സമർപ്പിക്കണോ വേണ്ടായോ എന്നുള്ളത്. എന്ത് വായിക്കണം, എന്ത് കാണണം എന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്? ഐ ആം ഡിസൈഡിങ്. മൈ വിൽ ഇസ് ഡിസൈഡിങ് ഓൺ ഇറ്റ്. അപ്പം ഇവിടെ പറയുന്നു, അപ്പോൾ എൻ്റെ കണ്ണിനെ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ട വലിയ ആവശ്യമുണ്ട്. അതേപോലെ എൻ്റെ കരങ്ങൾ എന്ത് ചെയ്യണം, എന്തെഴുതണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള എൻ്റെ കരങ്ങളെ യൂസ് ചെയ്യേണ്ടത് ഞാനാണ് അല്ലേ? അപ്പോൾ ഞാനാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവജനം പറയുകയാണ്, അത് എൻ്റെ കരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ കരങ്ങൾ കൊണ്ട് ചെയ്യുന്നതെല്ലാം ദൈവത്തിന് മഹത്വമുള്ളതായിരിക്കണം. എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അല്ലേ, വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഞാൻ ഇന്നലെയും വീട്ടിൽ പറഞ്ഞു, ഈ പ്രത്യേകിച്ചും ഓപ്പോസിറ്റ് സെക്സിൻ്റെ വാക്കുകൾ ഒരു മനുഷ്യനെ പണിയാനും തകർക്കാനും ഒക്കെ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടെന്നായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെക്കുറിച്ച് പറയാണ്, എന്തോന് കൊള്ളാം മനുഷ്യ, തീർന്നില്ലേ, വലിയ അല്ലേ, വലിയ ഗമയൊക്കെ ആളൊക്കെ ഉള്ളതായിരിക്കും ഓഫീസിൽ. പക്ഷേ ഭാര്യ പറയാണ് എന്തോന് കൊള്ളാമെന്ന് പറഞ്ഞാൽ തീർന്നു, ദാറ്റ്സ് ഇറ്റ്. അതേപോലെ തന്നെ തിരിച്ചും ഭർത്താവ് ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആര് പറയുന്നതിനേക്കാട്ടിലും, തൻ്റെ കൂട്ടു സഹോദരി പറയുന്നതിനേക്കാട്ടിലും ക്ഷീണമായിരിക്കും. ഇനിയും പോട്ടെ, നമ്മുടെ വീടിനകത്തല്ല, പുറത്തുനിന്ന് ഒരു സഹോദരി ഒരു സഹോദരനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞെന്നിരിക്കട്ടെ, അത് മനുഷ്യനെ തളർത്താനോ ഇരുത്താനോ ഉതകുന്നതാണ്. നിങ്ങൾക്കറിയാം ശൗലിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തുടങ്ങിയതാണ് യുദ്ധം അല്ലേ? അപ്പം ചില സ്ത്രീകൾ, ചില സഹോദരിമാർ പറഞ്ഞ ചില സാക്ഷ്യങ്ങളാണ്. അപ്പം ചിലതൊക്കെ നമ്മൾ പറയണം, നമ്മുടെ ഈ വാ കൊണ്ട് നമുക്കൊരു മനുഷ്യനെ ഉയർത്താനും തളർത്താനും ഒക്കെ കഴിയും. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് കാര്യം. അപ്പം ഞാൻ കർത്താവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടവനാണ്, ഞാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതാണ്, ഒക്കെ ശരിയാണ്. ഞാനീ പറഞ്ഞല്ലോ, ഈ 7, 8, 9, 10, 11 അധ്യായങ്ങളിലെല്ലാം പറഞ്ഞേച്ച് 12ാമത്തെ അധ്യായത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, യു ക്യാൻ ഡീറെയിൽ യുവർ ഫെയ്ത്ത് ഇഫ് യു ആർ നോട്ട് ഫോളോയിങ് ദിസ്. പുസ്തക തിമോത്തിയോടൊക്കെ പറയുന്ന കാര്യമുണ്ട്, ചിലരുടെ കപ്പൽ, വിശ്വാസത്തിൻ്റെ കപ്പൽ ഛേദം വന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ ഈസ് നോ ഡിസിപ്ലിൻ ഇൻ ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ല. ദൈവം ആഗ്രഹിക്കുന്ന, God is not calling us a bunch of believers, believe something or the other. God is calling us to be disciples. കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഡിസിപ്ലിനും ഇല്ലാത്തൊരു കുറച്ച് കൂട്ടരായിട്ട് വളരാനല്ല ദൈവത്തിൻ്റെ മക്കളായിട്ട് കർത്താവ് വിളിച്ചത്. God has called us to be disciples, meaning following certain kind of discipline in our life. അപ്പോൾ ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് വായിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും പറയാൻ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു മീറ്റിംഗ് ഞാൻ സംസാരിക്കേണ്ട ആവശ്യം വന്നപ്പോൾ ഞാനിത് പറയുകയുണ്ടായി. നമ്മൾ കർത്താവിനെ ആരാധിക്കുന്ന ആത്മാവിലും സത്യത്തിലും. 2 വാക്കാണ് ഉപയോഗിച്ചത്, ആത്മാവിലും സത്യത്തിൽ. ആത്മാവിലും മാത്രമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ എങ്ങോട്ട് വേണേലും ഇപ്പോൾ ആത്മാവ്, ദൈവം ആത്മാവാകുന്നു, ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ? അപ്പുറത്ത് പിന്നെ
എന്നില്ല. പക്ഷേ ആത്മാവിലും സത്യത്തിലും. The two rails of the truth guides the Holy Spirit. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. ദ ഡിസിപ്ലിൻ ഓഫ് അവർ ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. കർത്താവിൻ്റെ സന്നിധിയിൽ യാഗമായി സമർപ്പിക്കാൻ പറയുകയാണ്. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, കൈകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അത് ബ്രദറെ, ഞാൻ വളരെ കാലമായ ക്രിസ്ത്യാനിയാണ്, ഞാൻ വളരെ കാലമായ വിശ്വാസത്തിൽ നടക്കണം. ആയിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മുടെ ദാവീദിന് പറയാനുള്ളത്, ഞാൻ അനേക യുദ്ധങ്ങൾ ജയിച്ചു, ഞാൻ ഗോലിയാത്തിനെ കൊന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു യുദ്ധത്തിന് പോയില്ല, അത്രേ പറ്റുള്ളൂ. അതേ ഒരിക്കലും ആ ജീവിതത്തിൽ മറക്കുകയില്ല. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആത്മീയ ജീവിതത്തിൽ വർഷങ്ങളായി നമുക്ക് എക്സ്പീരിയൻസ് പറയാനുണ്ടെങ്കിലും വി ഹാവ് ടു റിയലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. കണ്ണുകൾ കർത്താവിന് വേണ്ടി, നമ്മുടെ നാക്ക് കർത്താവിന് വേണ്ടി, നമ്മുടെ കരങ്ങൾ കർത്താവിന് വേണ്ടി, നമ്മളുടെ ചിന്തകൾ കർത്താവിന് വേണ്ടി. വാട്ട് യു തിങ്ക് ഈസ് ഇറ്റ് റിയലി ഗ്ലോറിഫൈങ് ഗോഡ്? ദൈവത്തിന് വേണ്ടിയുള്ള ജീവനുള്ള യാഗമായി ഇരിക്കുന്നതാണോ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി? നമ്മളിപ്പോൾ സങ്കീർത്തനം 139 സങ്കീർത്തനം വായിച്ചു മുഴുവനും. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ, ഹീ നോസ് ത്രൂ ആൻഡ് ത്രൂ. ഞാൻ ഇനി ഇരുട്ടിപ്പോയിരുന്നാലും അവിടെയും നിൻ്റെ കണ്ണെന്നെ കാണുന്നു. എവിടെ പോകും? ഞാൻ എങ്ങും പാനക്കത്തില്ല. എന്നെ ഉണ്ടാക്കി, എന്നെ അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞ നാൾ മുതൽ എല്ലാ വിഷയങ്ങളും പൂർണ്ണമായി അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നും നമുക്ക് മറയ്ക്കാനായിട്ടില്ല. നമ്മളുടെ ചിന്തകൾ വളരെ സൂക്ഷിക്കണം. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ എവിടെയൊക്കെയോ പോകാം. സിംഗപ്പൂർ, ഓസ്ട്രേലിയയിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കഴിയുമ്പോൾ പക്ഷെ ആരും അറിയത്തില്ല നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓസ്ട്രേലിയ പോയായിരുന്നു, ന്യൂസിലാൻഡിൽ പോയായിരുന്നു, ഒക്കെ പോയിട്ട് ഇങ്ങനെ കറങ്ങിയാണ് തിരിച്ചു വരുന്നത് അല്ലേ? നമ്മുടെ ചിന്തകൾ എവിടെയൊക്കെ പോയി? ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ചിന്തയാണോ? ഓരോ ദിവസങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണോ? ദൈവം നമുക്കൊരു ശരീരം തന്നിരിക്കുന്നു. ഗോഡ് ഹസ് ഗിവൺ us a stomach. ജീവിക്കുന്നതിന് വേണ്ടി ഭക്ഷിക്കുവാണോ, ഭക്ഷിക്കുന്നതിന് വേണ്ടി ജീവിക്കുവാണോ? ഏതാ ശരി? ജീവിക്കുന്നതിന് വേണ്ടി ഭക്ഷിക്കുവാണോ, ഭക്ഷിക്കുന്നതിന് വേണ്ടി ജീവിക്കുവാണോ? ഏതാ ശരി? ജീവിക്കുന്നതിന് വേണ്ടി ഭക്ഷിക്കണം അല്ലേ? അപ്പം സ്റ്റൊമക്ക് ഈസ് നോട്ട് എവറിത്തിങ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഓൾവേസ് ദി അതർ വേ അറൗണ്ട്. അപ്പം അവിടെയും കർത്താവ് പറയണ്ട, യു മസ്റ്റ് ഡിസിപ്ലിൻ യുവർ സെൽഫ്. സോദം ഗോമോരയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു പാപത്തെക്കുറിച്ച് പറയുന്നത് തീൻപുളപ്പ് എന്നുള്ളൊരു പാപത്തെക്കുറിച്ച് അവരെ പറയുന്നു. Because they just only want to eat, they was only want to enjoy. So the Lord says, you must discipline yourself. You must discipline yourself. Not always eating. Eating should not take everything in your life. പിന്നെ നമ്മുടെ ശരീരം കൊണ്ട് എന്ത് നമ്മൾ ഉടുക്കുന്നു, ഇപ്പം നമുക്കിപ്പം പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, വി ഡോണ്ട് ഗോ ഇൻ ടു ദ സ്പെസിഫിക്സ് ഓഫ് ഏത് കളറാണ്, ഏത് ലെങ്താണ്. ഈസ് ഇറ്റ് ഗ്ലോറിഫൈങ് ടു ദ ലോർഡ്? Is it glorifying to the Lord? That is designs everything. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണോ നമ്മളിടുന്നതും നമ്മളിടുന്ന ഉടുപ്പുകളും നമ്മളിടുന്ന എല്ലാ കാര്യങ്ങളും? ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതൊക്കെ എന്തായി തീരണം? ജീവനുള്ള യാഗമായി. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. എന്തിനുകൊണ്ട്? ദൈവം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കേട്ടോ, ഞാൻ തിരിച്ചതിന് വേണ്ടി ചെയ്യുന്ന ഒന്നുമില്ല. ഹല്ലേലൂയ. Praise the Lord. So the Lord is saying that every part of our body, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചെവികൾ, എന്ത് കേൾക്കണം, അങ്ങനെ ഓരോ അവയവങ്ങളും നമുക്ക് എടുത്ത് ചിന്തിച്ചാൽ, നിങ്ങൾക്ക് വീട്ടിൽ പോയി ചിന്തിച്ചാൽ മതി. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു യാഗമായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുകയാണ്. ആൻഡ് ദിസ് ഇസ് എ റീസണബിൾ സർവീസ്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു ബുദ്ധിയുള്ള ആരാധനയായി. മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആരാധന എന്നുള്ളൊരു വേർഡാണ്. പലപ്പോഴും നമുക്ക് ആരാധനയെ നമുക്ക് മനസ്സിൽ വരുമ്പം അന്യഭാഷ എന്നുള്ള ആരാധനയെ നമ്മുടെ മനസ്സിൽ വരികയുള്ളൂ. അതേസമയം നിങ്ങൾ ആരെങ്കിലും എപ്പിസ്കോപ്പൽ ചർച്ചസിൽ നിന്ന് വന്നാണെങ്കിൽ ആരാധനയെന്ന് പറഞ്ഞാൽ നമുക്ക് പള്ളിയിൽ പോയിട്ടുള്ള ആരാധന മാത്രമേ നമുക്ക് ആരാധനയെന്ന് നമ്മുടെ മനസ്സിൽ വരികയുള്ളൂ. എന്നാൽ ഇവിടെ അവർ യൂസ് ചെയ്യുന്ന വേർഡ് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മളുടെ ആരാധന എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഭാഗമുണ്ട്. അതുകൊണ്ട് ഇതും ആരാധനയുടെ ഭാഗമാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ മീറ്റിങ്ങിനൊക്കെ വന്നിട്ട് അടിച്ച് പൊളിച്ചിട്ട് അവിടെ പാട്ടൊക്കെ അങ്ങോട്ട് പാടിച്ച് പോയി വീട്ടിൽ ചെന്ന് പാടുന്ന പാട്ട് വേറെയാണെങ്കിൽ ആരാധനയല്ല. വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഭയങ്കര പാട്ടൊക്കെ പാടാം, പക്ഷേ
വീട്ടിൽ ചെന്ന് വേറെ പാട്ടാണ് നമ്മൾ പാടുന്നതെങ്കിൽ വളരെ സൂക്ഷിക്കണം. നമ്മുടെ ആരാധനയല്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വേണം പോകാൻ. രണ്ടും ഒന്നിച്ചു വേണം നമുക്ക് പോകാൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ജീവനുള്ള ആരാധനയായി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. ഓരോ കാര്യങ്ങളും അത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ, വേറെ ആരും നമ്മുടെ ജഡ്ജ് ആവണ്ട. നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എക്സ്പോസ് ചെയ്യുമ്പോൾ ഗോഡ് വിൽ ഷോ us വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. അവൻ തന്നെ ഹീസ് എ ഗുഡ് ട്യൂട്ടർ. അവൻ നമ്മളെ പഠിപ്പിക്കുവാൻ ശക്തനായ ദൈവമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ദൈവം നമ്മളെ സകല സത്യങ്ങളിലോടും വഴി നടത്തും. അടുത്ത രണ്ടാമത്തെ വാക്യം, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. രണ്ട് വഴികളാണ് നമ്മളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു, ഒന്ന്, ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ്. ലോകത്തിനോട് അനുരൂപമാകരുത്. എന്താണ് ലോകം എന്ന് പറയുന്നത്? ലോകം എന്ന് പറയുന്നത് ദൈവമാണ്. ലോകത്തിലെ ഓരോ ഭൂമിയെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഭൂമിയിലെ മൃഗങ്ങളെയും സസ്യങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. അതിനെക്കുറിച്ചല്ല, ദൈവം നന്മയായിട്ട് തന്നെയാണ് അതെല്ലാം സൃഷ്ടിച്ചത്. ഇപ്പോൾ ഇവിടെ എന്താണത്? ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ്. ഇറ്റ് മീൻസ് ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ്ലി സിസ്റ്റംസ്. എന്താണ് അതിൻ്റെ കുഴപ്പം? അത് ഏറ്റവും വൃത്തിയായിട്ട് എഴുതിയിരിക്കുന്നത് 1 യോഹന്നാനിലാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ വളരെ കാലം കർത്താവിന് വേണ്ടി സേവിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത്, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. വായിച്ചാട് 1 യോഹന്നാൻ 2-ാം അധ്യായം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നത്. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാൻ. 2:15 15-ാമത്തെ വാക്യം. വേഴ്സ് 2:15 1 യോഹന്നാൻ 2:15. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അപ്പോൾ വ്യക്തമായി അദ്ദേഹം പറയുകയാണ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് പറ്റത്തുള്ളൂ. ഒന്നുകിൽ നമുക്ക് ലോകത്തെ സ്നേഹിക്കാം, അല്ലെങ്കിൽ പിതാവിനെ സേവിക്കാം. ഈ രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റുകയില്ല. അപ്പം ഏതെങ്കിലും ഒന്നിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ശരിയാ? അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു, അത് ആദ്യമേ അദ്ദേഹം പറയുകയാണ്. ഓക്കെ, സോ ഇനിയാണ് എന്താണ് ലോകത്തിൻ്റെ സ്നേഹം, എന്തിനെയാണ് ലോകസ്നേഹം എന്ന് നമ്മൾ പറയുന്നത്. ലോകത്തിലെ എനിക്കൊരു നല്ലൊരു പട്ടിയുണ്ട്, ആ പട്ടിയെ സ്നേഹിക്കുന്നതാണോ? അല്ലെങ്കിൽ ഒരു പൂച്ചയുണ്ട്, പൂച്ചയെ സ്നേഹിക്കുന്നതാണോ? അല്ലെങ്കിൽ നല്ലൊരു ചെടിയുണ്ട്, അതിനെ സ്നേഹിക്കുന്നതാണോ? എനിക്കൊരു നല്ലൊരു ഉടുപ്പുണ്ട്, അത് സ്നേഹിക്കുന്നതാണോ? അതാണോ? എന്താണ് പറയുന്നത്? വായിച്ചാൽ 16-ാമത്തെ വാക്യം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല. അപ്പം അദ്ദേഹം പറയാണ് ഇങ്ങനെ ലോകത്തിൽ നിന്നുള്ളത്. അപ്പം ലോകത്തിൽ നിന്നുള്ള 3 കാര്യമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. ജഡത്തിനൊരു മോഹമുണ്ട്. ദൈവം നമുക്ക് നോർമൽ ആയിട്ടുള്ള ഡിസയേഴ്സ് നമ്മളുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. നോർമൽ ആയിട്ടുള്ള ഡിസയേഴ്സ് ദൈവം തന്നെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന ഡിസയേഴ്സാണ്. അതില്ലെങ്കിൽ ഒരു മനുഷ്യനെ മുമ്പോട്ട് അവൻ്റെ ജീവൻ്റെ സസ്റ്റൈനബിലിറ്റിക്കും വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നോർമൽ ആയിട്ടുള്ള ഡിസയേഴ്സ് ഒക്കെ ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷേ വെൻ ഇറ്റ് ക്രോസസ് ഇറ്റ്സ് ബൗണ്ടറി ഇറ്റ് ബിക്കംസ് എ ലസ്റ്റ്. മനസ്സിലായോ? അപ്പം അവിടെ പറയുന്നത് ജഡത്തിൻ്റെ മോഹങ്ങൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്താണ് പറയുന്നത്? ലോകസ്നേഹമായിട്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ദ ലസ്റ്റ് ഓഫ് ദി ഐസ്. കണ്ണിൻ്റെതായിട്ടുള്ള മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഗിവ് യു ഇൻ മോർ ഡീറ്റെയിൽ വാട്ട് ഇറ്റ് ഈസ്. ലെറ്റ്സ് റീഡ് എക്സോഡസ്, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. പുറപ്പാട് 20:17. എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 17 വായിച്ചാട്ടെ. 10 കൽപ്പനകളുടെ ഒടുവിലത്തെ കൽപ്പനയാണ്. എന്താണ് ഒടുവിലത്തെ കൽപ്പന? കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. എന്തൊക്കെ മോഹിക്കരുത്? കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്. നമ്മളുടെ ഏറ്റവും വലിയ കൺസേൺ, എൻ്റെ വീട് അവൻ്റെ വീടിൻ്റെ കൂട്ടുള്ള അല്ലല്ലോ. പലരുടെയും കൺസേൺ ഇതാണ്. കർത്താവേ, എൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ വീട്ട് പോലുള്ള അല്ലല്ലോ. എനിക്ക് വീടില്ല, എനിക്ക് കിടക്കാനിടവില്ല എന്നൊന്നും അല്ല കർത്താവിന് പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് ആസ് ഗുഡ് ആസ് ദാറ്റ് ബ്രദേഴ്സ് ഹൗസ്. പിന്നെ അടുത്തത്, കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ഭാര്യയെ ആഗ്രഹിക്കരുത്. എൻ്റെ ഭാര്യയെക്കാട്ടി നല്ലതാ ആ സഹോദരൻ്റെ ഭാര്യ അല്ലേ കൂട്ടുകാരൻ്റെ ഭാര്യ. അതിനെ ഇച്ചിരൂടെ കാണാൻ കൊള്ളാം, ഇച്ചിരൂടെ കഴിവുള്ളതാ. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ഇച്ചിരൂടെ കഴിവുള്ളതാ. അല്ലെങ്കിൽ തിരിച്ചും, എൻ്റെ ഭർത്താവിന് ഒരു കഴിവില്ല, അദ്ദേഹത്തിനെ കെട്ടേണ്ടായിരുന്നു ഞാൻ, പക്ഷെ പറ്റിയില്ല.
ഇപ്പോഴും ആഗ്രഹം കിടക്കുക. പിന്നെന്താ എഴുതിയേക്കുന്നേ? അവന്റെ ദാസനെയും ദാസിയെയും. ഞങ്ങൾക്ക് സെർവൻ്റ് ഒന്നുമില്ല, അവർക്ക് സെർവൻ്റൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് സെർവൻ്റ് ഇല്ല. അവൻ്റെ ദാസനെ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അവൻ്റെ സെർവൻ്റാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും, എൻ്റെ സെർവൻ്റ് ഒന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ എനിക്ക് സെർവൻ്റ് ഇല്ല. എനിക്ക് അവരുടെ വീട്ടിൽ കണ്ടോ, ഇന്ന ആ ക്ലാസ്സാണ് അവരുടെ വീട്, സംഭവം നമുക്കിതൊന്നും ഇല്ല. ഉണ്ടോ? ഇല്ല. പിന്നെ അവന്റെ കാളയും കഴുതിയും. അവൻ്റെ വണ്ടി ഉണ്ട്. അന്ന് കാളയും കഴുതിയൊക്കെയുള്ളായിരുന്നു. ഇന്ന് അവൻ്റെ BMW കണ്ടോ, അവൻ്റെ ഓടി കണ്ടോ, അവൻ്റെ വണ്ടി കണ്ടോ. നമ്മുടെ കാറിലൊക്കെ അങ്ങോട്ട് കയറി ഇരുന്നേച്ച് ദൈവം എന്നെ അനുഗ്രഹിച്ചു. കാരണം പുതിയ വണ്ടിയൊക്കെ മേടിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. കണ്ടോ, അവനെക്കാട്ടിൽ ദൈവം എൻ്റെ കൂട്ടുകാരിൽ പരമായി എന്നെ അല്ലേ കാറ് തന്ന് സഹായിച്ചു. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. വായിച്ചാട്ട് പിന്നെ താഴെ, കൂട്ടുകാരനുള്ള യാതൊന്നിനെയും നോർ എനിത്തിങ് ദാറ്റ് ഈസ് യുവർ നെയ്ബേഴ്സ്. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊന്നും എനിക്കില്ല. അങ്ങനെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പൗലോസ് പറയുന്നത് ഈ ഒരൊറ്റ കൽപ്പനയാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാൻ. ഈ ഒരൊറ്റ കൽപ്പനയാണ്, മോഹം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. ബാക്കി നിങ്ങൾ മേളിലോട്ട് നോക്കിയ എല്ലാ കൽപ്പനകളും എക്സ്റ്റേണൽ ആയിരുന്നെങ്കിൽ ഈ ഒരൊറ്റ കൽപ്പനയാണ് ഇൻറ്റേർണൽ ടു ദ ഹാർട്ട്. ഒരു മനുഷ്യരറിയല. നമ്മുടെ ഭാര്യയെക്കുറിച്ചുള്ള അതൃപ്തി ഒരു മനുഷ്യരും അറിയാതെ നമുക്ക് സൂക്ഷിക്കാം, അല്ലെ ഭർത്താവിനെക്കുറിച്ചുള്ള അതൃപ്തി, നമ്മുടെ പിള്ളേരെക്കുറിച്ചുള്ള അതൃപ്തി, ഇതൊക്കെ നമുക്ക് ഒരു മനുഷ്യനും അറിയാതെ അകത്തിങ്ങനെ കൊണ്ടു നടക്കാം, അല്ലേ? അപ്പം ദിസ് ഈസ് ദ ലസ്റ്റ് ടു ഹാവ് ദാറ്റ്. അതിനാണ് മോഹം എന്ന് പറഞ്ഞത്. 10 കൽപ്പനയിൽ ഇത് പുതിയ കാര്യമൊന്നുമല്ല യോഹന്നാൻ പറയുന്നത്. ഇത് അന്ന് തൊട്ടേ പഠിപ്പിച്ച ഒരേ ലെസനാണ് പഠിപ്പിച്ചത്. നമുക്ക് പലപ്പോഴും തോന്നുന്നത് പുതിയ കൽപ്പനയാണ്. പുതിയ കൽപ്പനയൊന്നുമല്ല, ഇത് ആ കൽപ്പനകൾ തന്നെയാണ്. ഇതൊക്കെ തന്നെ അതിൻ്റെ എസൻസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡസ് ഇറ്റ് സേസ്. അപ്പം യോഹന്നാൻ പറയാണ്, ഡോണ്ട് ലവ് ദ വേൾഡ്. Don't love the worldly system. God has given you good wife. God has given you good children. Praise the Lord. God has given you enough what is required. Praise the Lord. Godliness with contentment is great gain. അല്ലേ? അഹലംഭാവത്തോടു കൂടിയ ദൈവഭക്തി ആദായമാകുന്നു. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ, therefore all that is in the world, the lust of the flesh, the lust of the eyes and the pride of life. ജീവിതത്തിൻ്റെ പ്രതാപം. നമ്മൾ പലപ്പോഴും നമ്മളുടെ കൺസേൺ നമ്മളുടെ പ്രതാപം ശരിയാകുന്നില്ല എന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി പലരും കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് പ്രതാപങ്ങൾ നോക്കിയാണ്, ദൈവഹിതം നോക്കിയല്ല. അപ്പം വെറും ലോകമനുഷ്യരായിത്തീരുന്ന അവസ്ഥയിൽ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകാനായിത്തീരും. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാനും എന്നെ തന്നെ മാറ്റി നിർത്തിയല്ല ഈ പറയുന്നത്. വി ഓൾസോ നീഡ് ടു ഫിയർ ബിഫോർ ഗോഡ്. ദൈവസന്നിധിയിൽ ഭയക്കേണ്ട വലിയ വിഷയമാണ്. which way are we following? This is the world. ഇതാണ് ലോകം. ലോകത്തിൽ ഇതൊക്കെയാണ്. ഇത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഉണ്ടാകത്തില്ല. ഇത് ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ. ഒന്നുകിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയില്ല. വി വിൽ pursue only one. അത് തന്നെയാണ് പറഞ്ഞത്, ഒന്നുകിൽ ദൈവത്തെ സ്നേഹിക്കാം, അല്ലെ മാമോനെ സ്നേഹിക്കാം. ഈ രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഏതെങ്കിലും ഒരു ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു അടുത്ത വാക്യത്തിൽ 17-ാമത്തെ വാക്യം, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. The world is passing away. The world is passing away. And all that, the lust of it. And he who does the will of God abides forever. ദൈവേഷ്ടം ചെയ്യുന്നവന് എന്നേക്കും നിലനിൽക്കുന്നു. അപ്പം എന്നേക്കും നിലനിൽക്കുന്നത് ദൈവേഷ്ടം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ലോകത്തിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യേണ്ടാന്നോ, നമുക്ക് വണ്ടി മേടിക്കേണ്ടാന്നോ, വീട് വെക്കേണ്ടാന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. ഇതൊക്കെ നമ്മൾ ഈ ലോകത്ത് ചെയ്യുമ്പോഴും നമ്മുടെ കണ്ണ് അയൽവക്കത്തിലെ ഏതെങ്കിലോട്ടൊന്നും ആകരുത്. We should not look at somebody else's life. Just the Lord, you have given me this. Praise the Lord. God has given me my kids who are having this IQ. Praise the Lord. God has given me kids with no IQ. Praise the Lord. Whatever it is, God has given us. ദൈവം നമുക്ക് തന്ന എല്ലാത്തിനായിട്ട് സ്തോത്രം പറയാൻ, കർത്താവ് തരുന്നതിനായിട്ട് സ്തോത്രം പറയാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. Do not love the world. Do not love the worldly system. ലോകത്തിലെ സിസ്റ്റം എങ്ങനെയാണ്? നിങ്ങൾക്ക്
പലപ്പോഴും നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണാറുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുമ്പോൾ പറയാം, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ഇതൊന്നും ഇല്ലാതെ ജീവിച്ച എത്രയോ കാലം ഉണ്ടായിരുന്നില്ലേ? ഫോണില്ലാതെ ജീവിച്ച എത്രയോ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിച്ച എത്രയോ കാലം ഉണ്ടായിരുന്നു. നമ്മളാരെങ്കിലും അല്ലേ? ഇലക്ട്രിസിറ്റി ഇല്ലാതെ എത്രയോ കാലം നമ്മൾ ജീവിച്ചു. പക്ഷേ നമ്മുടെ മനസ്സിലെ ചിന്ത ചിലപക്ഷെ ഇതെല്ലാം ഇല്ലാതെ ഐ കനോട്ട് ലീവ് എന്നുള്ള ആ ഒരു ചിന്തയല്ല. ലോർഡ്, whatever is good for me, ദൈവം എനിക്ക് വേണ്ടി നന്മയായിട്ടുള്ളതൊക്കെയും ദൈവം നേരുള്ളവർക്ക് മുടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. God will give all what is required for us. അപ്പം ഇതാണ് ഒരു വഴി. നമുക്കൊന്നുകിൽ ഈ വഴിക്ക് മുമ്പോട്ട് പോകാം, ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് പോകാം. കണ്ണിന് ഇഷ്ടമുള്ളതൊക്കെ നമുക്കിങ്ങനെ ആഗ്രഹിച്ച് അതിനെ മനസ്സ് വെച്ച് ഇങ്ങോട്ട് മുമ്പോട്ട് പോകാം. പക്ഷേ എന്നേക്കും നിലനിൽക്കുകയില്ല എന്ന് അപ്പോസ്തലന്മാർ വാൺ ചെയ്യുന്നു ആ വഴിയെക്കുറിച്ച്. എന്നാൽ രണ്ടാമത്തെ വഴി, വാട്ട് ഇസ് ദ നെക്സ്റ്റ് വേഴ്സ് ഓഫ് ഇറ്റ്? റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു പോയി. ദ സെക്കൻഡ് വേ, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. മതി. ഇവിടെ പറയുന്നു, സോ ആൻഡ് ഇറ്റ് സേസ് verse 2, and do not be conformed to the world but be transformed. The second way is being transformed of your mind. മനസ്സിന് രൂപാന്തരം പ്രാപിക്കണം. മനസ്സിന് രൂപാന്തരം പ്രാപിക്കണം. കാരണം ഈ മനസ്സിലാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ഓർ ദ വിൽ ഓർ ദ ഇമോഷൻസ്, ആ ഒരു ലെവലിലാണ് പല കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതിനെ മുമ്പോട്ട് ആത്മീയ ജീവിതത്തിൽ പണിയപ്പെടാനും അല്ലാതിരിക്കുവാനും നമുക്ക് കഴിയും. അപ്പം നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പുതിയൊരു ആത്മാവിനെ തന്നു എന്ന് നമ്മൾ വായിക്കുന്നു, അല്ലേ? വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ദൈവം നമുക്ക് തരുന്ന എന്താണ്? ഒരു പുതിയ ആത്മാവ്, ഒരു പുതിയ മനുഷ്യനാക്കപ്പെടുകയാണ്. നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം തരികയാണ്. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തരികയാണ്. സോ ഗോഡ് ഈസ് മേക്കിംഗ് ആസ് എ ന്യൂ പേഴ്സൺ. പക്ഷേ അപ്പോഴും ദൈവജനം പിന്നെയും രേഖപ്പെടുത്തുകയാണ്, ദ മൈൻഡ് വിച്ച് ഇസ് റിട്ടൺ ബൈ ദ വേൾഡ് ഇസ് സ്റ്റിൽ സ്റ്റേസ് ദെയർ. അതിനെ നമുക്ക് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. എങ്ങനെയായിരിക്കണം? കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചാൽ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ച്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിച്ച് നമ്മളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് ദൈവഹിതം കാണിച്ചു തരണേ, ദൈവഹിതം കാണിച്ചു തരണേ. ഞങ്ങളെ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു പക്ഷെങ്കിൽ ഇവിടുത്തെ കാറുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഈ കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെ അവർ ഈ ഒരു ഫിലിം ഒട്ടിക്കും. എന്തിനാണ് ഫിലിം ഒട്ടിക്കുന്നത്? അധികം പ്രകാശം അകത്തോട്ട് കയറാതിരിക്കാൻ, സൂര്യപ്രകാശം അല്ലെങ്കിൽ AC ഡെഫിഷ്യൻസിക്കൊക്കെ വേണ്ടി നമ്മൾ ഫിലിം ഒട്ടിക്കും. അതിന് പെർസെൻറ്റേജ് ഉണ്ട്. ഈ എത്ര പെർസെൻറ്റേജ് ഓഫ് ലൈറ്റ് എന്നുള്ളതൊക്കെ പെർസെൻറ്റേജ് ഉണ്ട്. സപ്പോസ് 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100% ഇരുട്ട് എന്ന് പറഞ്ഞ് ഒന്നും നമുക്ക് അകത്തോട്ട് കയറില്ല. നമുക്ക് പുറത്തോട്ടുള്ള ലൈറ്റ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ വണ്ടിക്കകത്തിരിക്കുന്ന ആരാണെന്നോ ഒന്നും നമുക്ക് പിന്നെ കാണാൻ പറ്റുകയില്ല, അല്ലേ? ആ സമയം വണ്ടിക്കകത്ത് നമ്മളിരിക്കുകയെന്ന് കരുതുക, നമ്മൾ ഒരു 100% ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു പേപ്പർ ഒട്ടിച്ചേക്കുന്ന വിൻഡോ ആണെങ്കിൽ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പം ഒന്നും കാണുകയില്ല. പക്ഷേ അതിനെ ചെറുതായിട്ട് വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞ് ഒരു 50% ആകുമ്പം കാര്യങ്ങൾ ഇച്ചിരൂടെ ക്ലിയർ ആവും. അതൊരു 25% കൂടെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരൂടെ ക്ലിയർ ആവും. 100% ആകുമ്പോൾ നന്നായിട്ട് ക്ലിയർ ആവും, അല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന, ലോർഡ് റിവീൽ മീ ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതം കാണിച്ചു തരണേ, കാണിച്ചു തരണേ, കാണിച്ചു തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ പറയാണ്, ഈ മനസ്സ് 100% ബ്ലോക്കാണെങ്കിൽ, ഈ 100% ബ്ലോക്കാണെങ്കിൽ അപ്പുറത്ത് എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഹിതം ഒന്നും കാണത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, 100% ബ്ലോക്കായ ഗ്ലാസ്സിൽ നമുക്ക് അപ്പുറത്ത് എഴുതിയിരിക്കുന്ന എന്നാന്ന് വെച്ചാൽ കാണുകയില്ല. പിന്നെ ചിലപ്പോൾ ഇച്ചിരി സ്വല്പമായിട്ടൊക്കെ ഒന്ന് പൊളിച്ച് നോക്കുക, ചിലപ്പോൾ ഒന്ന് മാറ്റിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരായിട്ട് കാണാൻ പറ്റും, അങ്ങേപ്പുറത്ത് കുറേയൊക്കെ ഒന്ന് കാണാൻ പറ്റും. പക്ഷേ ദ മോർ ആൻഡ് മോർ ഇറ്റ് ഈസ് റിമൂവ്ഡ്, ദ മോർ ആൻഡ് മോർ യു വിൽ സീ സം പിക്ചർ അറ്റ് ദി അതർ സൈഡ്. വാട്ട് ഈസ് ദാറ്റ് പിക്ചർ? എന്താണ് നമ്മൾ അപ്പുറത്ത് കാണാൻ പോകുന്ന പിക്ചർ?
അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് അവിടെ കാണാൻ പോകുന്നത്? വായിച്ചാട്ടെ. വാട്ട് ഈസ് ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. നമുക്ക് നന്മയായിട്ടുള്ള, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പൂർണ്ണമായ ഒരു ദൈവത്തിൻ്റെ ഹിതം അപ്പുറത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ നമ്മുടെ മനസ്സിനെ ഈ നിലയിൽ ലോകത്തിലെ വഴികളിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ഫുള്ളി ബ്ലോക്ക്ഡ് ആൻഡ് ഈസ് എ ലോർഡ് ഷോ മീ ദ വിൽ, ഷോ മീ ദ വിൽ. ലോർഡ് സേസ് ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ് മൈ ഡിയർ. മനസ്സിപ്പോഴും ലോകത്തിനെ അനുരൂപമാക്കി വെച്ചേക്കുക, ലോകത്തിൻ്റെതായിട്ടുള്ള ഫിലിം ഒട്ടിച്ച് വെച്ചേക്കുക, ഒന്നും കാണുകയില്ല അപ്പുറത്ത്. ദൈവത്തിൻ്റെ ഹിതം കൊണ്ട് കാണിച്ചെന്ന് പറഞ്ഞാലും ഇത് ദൈവത്തിൻ്റെ ഹിതം അല്ലെന്നാണ് പറയുന്നത്, അല്ലേ? പിന്നെ നമുക്ക് കിടന്നൊക്കെ പറയാം, കർത്താവ് പറയും, മോനെ നീ ഒരു കാര്യം ചെയ്യും, ആദ്യം നിന്നെ നീ ഒന്ന് സെറ്റ് ചെയ്യും. നീ ഏത് വഴിയിലാണ് പോകാൻ ആഗ്രഹിക്കും? ഇന്ന് നമ്മൾ വായിച്ചല്ലോ, സെർച്ച് മീ ഓ ലോർഡ്. 130 സങ്കീർത്തനത്തെ നമ്മൾ വായിച്ചു. സെർച്ച് മീ ഓ ലോർഡ് ആൻഡ് സീ വാട്ട് ഇസ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് എന്നുള്ളത്. ആ വാക്യം വീരായിട്ട് ആ വാക്യം ഒന്നുകൂടെ വായിച്ച് 139 സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ 2 വാക്യം ഒന്ന് വായിച്ചാട്ട്, വേഗം വായിച്ചാട്ട്. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയിക്കണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയിക്കണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. യെസ്, സെർച്ച് മീ ഗോഡ് ആൻഡ് നോ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തെ ദൈവമേ നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാട്ടെ. ആൻഡ് ട്രൈ മീ ആൻഡ് നോ മൈ ആൻസൈറ്റീസ്. എൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ്? വാട്ട് ആം ഐ റിയലി വൺസ് കൺസേൺഡ് അബൌട്ട്? എൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ്? ഞാൻ എന്തിനെക്കുറിച്ചാണ് വറി ചെയ്യുന്നത്? ഏത് വഴിയെക്കുറിച്ചാണ് ഞാൻ വറി ചെയ്യുന്നത്? പ്രതാപമാണോ, ലോകത്തിൻ്റെ പ്രതാപമാണോ, അതോ ദൈവത്തിൻ്റെ ഉയരത്തിലുള്ള ചിന്തയാണോ? ഏത് വഴിയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആൻഡ് സെർച്ച് മീ ഗോഡ് ആൻഡ് സീ ഇഫ് ദർ ഇസ് എനി വിക്കഡ് വേ ഇൻ മീ. എന്താണ് വിക്കഡ് വേ? ലോകത്തിൻ്റെ വഴി, അതാ വിക്കഡ് വേ. നമുക്ക് ഈ നമ്മൾ ചിന്തിക്കും വിക്കഡ് വേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊല്ലണമെന്ന്. കൊല്ലുമ്പോഴത്തേന്നുമല്ല, ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കുന്ന എല്ലാം വിക്കഡ് വേ ആണ്. ആൻഡ് സീ ഇഫ് ദർ ഇസ് എനി വിക്കഡ് വേ ഇൻ മീ ആൻഡ് ലീഡ് മീ ഇൻ ദ വേ ഓഫ് എവർലാസ്റ്റിംഗ്. നിലനിൽക്കുന്നത്, അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതാണ്. അപ്പം ഇവിടെ പറയുന്ന കാര്യം അപ്പോസ്തലൻ പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, സെറ്റ് യുവർ മൈൻഡ്, ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ്. ഇറ്റ് ഈസ് നോട്ട് വീണ്ടും ജനിച്ച അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പകർന്നു, അതുപോലെ വൺ ഡേ ഇമ്മീഡിയറ്റ്ലി ഒരു ന്യൂ ക്രിയേഷനായി ന്യൂ മൈൻഡ് ആകുകയല്ല. അതുകൊണ്ടാണ് റിന്യൂവിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളൊരു പോലെ, വീണ്ടും ജനിച്ചപ്പോൾ ഉള്ള പ്രകാശം മാത്രമേ മുമ്പോട്ട് പോകുമ്പോഴും ഉള്ളതെങ്കിൽ യു വിൽ നോട്ട് ഗ്രോ. നിങ്ങൾക്ക് പറയാം ഞാൻ വീണ്ടും ജനിച്ചു, പക്ഷേ യു വിൽ നോട്ട് ഗ്രോ ഇൻ ക്രൈസ്റ്റ്. യു ആർ മിസ്സിങ് ലോട്ട് ഓഫ് തിങ്സ്. ആത്മീയ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മിസ് ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന കാര്യം, ജീവൻ്റെ പുതുക്കത്തിലും സന്തോഷത്തിലും ഉത്സാഹത്തിലും കർത്താവിനോടുള്ള ചേർന്ന നടപ്പിലും ഒക്കെ നടക്കാൻ നമ്മളെ കർത്താവ് വിളിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ആർ യു റെഡി ടു റിന്യൂ യുവർ മൈൻഡ്? മനസ്സിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ കഴിയും, അതിൻ്റെ അപ്പുറത്തായിട്ട് ആ പിക്ചർ നല്ലതായിട്ട് ക്ലിയർ ആവും. എന്താ പിക്ചറിനെ കുറിച്ച് അവിടത്തിൻ്റെ അപ്പോസ്തലൻ പറയുന്നതെന്ന് അറിയാമോ? ആ പിക്ചറിനെ കുറിച്ച്, ഇറ്റ് ഈസ് ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ മനോഹരമായ ദൈവത്തിൻ്റെ ഇഷ്ടം, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പൂർണ്ണമായ ഇഷ്ടം എനിക്കത് കാണാൻ പറ്റും. ഐ കുഡ് സേ ഇറ്റ്സ് പെർഫെക്റ്റ് ലോർഡ്, ഇറ്റ്സ് വണ്ടർഫുൾ. നമ്മൾ ചില പിക്ചറൊക്കെ കാണുമ്പോൾ പറയും അമേസിങ്, ഇറ്റ് ഇസ് സോ വണ്ടർഫുൾ, ഇസ്ൻ്റ് ഇറ്റ്? അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ മനസ്സിലൊരു കാര്യം വെച്ചോണ്ട്, നമ്മുടെ മനസ്സിൽ കർത്താവ് ലോകത്തിൻ്റെ വഴി വെച്ചോണ്ട് നമ്മൾ ഇതിനകത്തോട് നോക്കുമ്പോൾ ഒന്നും നമുക്ക് ഈ പിക്ചറിനെ പെർഫെക്റ്റായിട്ട് കാണാൻ പറ്റുകയില്ല. ബട്ട് വെൻ ഐ സേ ലോർഡ്, നീ എന്നെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചുകൊണ്ട് വിട്ടപ്പോൾ എന്നെക്കുറിച്ച് നിനക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി പെർഫെക്റ്റ് ആയിരുന്നു. ആരെക്കുറിച്ചും ദൈവം പെർഫെക്റ്റ് അല്ലാത്ത ഒരു പിക്ചർ ഉണ്ടാക്കി കർത്താവ് കൊണ്ടുണ്ട്. കർത്താവ് സൃഷ്ടിച്ചതിനെ എല്ലാത്തിനെക്കുറിച്ചും ദൈവം എന്താ പറഞ്ഞത്? ഇറ്റ്സ് ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ്. ദൈവം സൃഷ്ടിച്ചതെല്ലാം ഗുഡായിരുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്, ഗുഡ്. അങ്ങനെയാണെങ്കിൽ ആ പെർഫെക്റ്റ് വില്ല് കാണാനായിട്ട് പല സമയത്തും നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ടാകുന്ന തന്നെ നമ്മൾ ചോദിക്കും, കർത്താവേ വാട്ട്സ് ഹാപ്പനിങ്?
നമ്മൾ ആ കർത്താവിൻ്റെ ലെൻസിൽ കൂടെ നോക്കുമ്പോൾ വി സീ എ ബ്യൂട്ടിഫുൾ പിക്ചർ. യെസ് ലോർഡ്. Romans 8:29 he says, molding us into the image of Christ. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തോടും അനുരൂപമാക്കിക്കൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തി നമുക്ക് അതിനകത്തൂടെ കാണാൻ കഴിയും. Praise the Lord. And then we say, Lord, praise the Lord. I know it is difficult, but thank God. God is doing a good work. Hallelujah. We will say, absolutely, praise the Lord in that situation. And that is worship. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. നമുക്ക് ആദ്യമായിട്ട് വർഷിപ്പ് കാണുന്നത് അബ്രഹാം ഇസ്ഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് കയറി പോകുമ്പോൾ തൻ്റെ അനേക ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ജെനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 5, അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടെ എത്തുവോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം എന്ന് പറഞ്ഞു. I will go yonder and worship and we'll come back to you. Praise the Lord. And that is a perfect picture of worship. What is that perfect picture? ആര് കൊടുത്തതാണ്? ഐസക്കിനെ കൊടുത്തത് കർത്താവാണ്. ദൈവമാണ് ഐസക്കിനെ കൊടുത്തത്, അല്ല വേറൊന്നുമല്ല. അപ്പം ഐസക്കിനെ തിരിച്ച് ചോദിക്കുന്നതും കർത്താവാണ്. ആ ഐസക്കിനെ തിരിച്ചു തരുവാൻ കഴിവുള്ള ഒരു ദൈവം ആ ഐസക്കിനെയും കൊണ്ട് യാഗത്തിനായി കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ആ യാഗപീഠങ്ങളിൽ ആ ഐസക്കിനെ അർപ്പിച്ചു വെച്ച് ദൈവത്തെ നോക്കി. He was ready to sacrifice it. And the Lord saw it in his full heart. നമ്മുടെ ഓരോ സാഹചര്യത്തിലെ ദിവസത്തെക്കുറിച്ചും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം, ഡിസിപ്ലിൻ ourselves with either of these way. ഈ വഴികളിൽ 2 വഴികളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എല്ലാ ദിവസത്തിലെ പല തീരുമാനങ്ങളിലും നമ്മൾ തീരുമാനിക്കേണ്ട വലിയ ആവശ്യമുണ്ട്. ഒന്നുകിൽ ലോകത്തിൻ്റെ വഴിയിൽ നമ്മൾ ജഡപ്രകാരം നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചു പോകും. ഇല്ലെങ്കിൽ ദൈവപ്രകാരം നമ്മൾ കർത്താവിനെ മുഖത്തോട്ട് നോക്കും. കർത്താവേ, വാട്ട് ഇറ്റ് ഈസ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യാതെ ഹിമാലയത്തിൽ പോയിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നുമല്ല പറഞ്ഞത്. ഈ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവൻ്റെ മുഖത്തോട് നോക്കി, കർത്താവെ ഉയരത്തിലേക്ക് നോക്കി എൻ്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി, ലോർഡ് ടെൽ മീ വാട്ട് എക്സാക്ട്ലി യു വോണ്ട് ടു ഡ്രോ ഇൻ ദിസ് പിക്ചർ. നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ദൈവം വിഭിന്നമായ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. ഒരാളുടെ ചിത്രമല്ല. ദൈവം ഈസ് എ മാസ്റ്റർ ക്രിയേറ്റർ. അതുകൊണ്ട് ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ചും ഓരോ പിക്ചറാണുള്ളത്. ആൻഡ് എവറിത്തിങ് ഈസ് ബ്യൂട്ടിഫുൾ. നിങ്ങൾക്കറിയാം, രാജാ രവിവർമ്മ വരച്ച ഓരോ പിക്ചറും വ്യത്യാസമായിരുന്നു, പക്ഷേ ഓരോന്നും ബ്യൂട്ടിഫുൾ ആണ് ബൈ ഇറ്റ് സെൽഫ്. ഒരു ഹ്യൂമൻ ആയിട്ടുള്ളൊരു കലാകാരന് അത്രയും മനോഹരമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം വരയ്ക്കുന്ന ഓരോ പിക്ചറും ഓരോരുത്തരുടെ ലൈഫിനെക്കുറിച്ചും എത്ര മനോഹരമാണ്. ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ ഒടുവിൽ നിന്ന് പറയാനുണ്ട്, ലോർഡ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ, ലൈക്ക് വി കുഡ് സീ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. പ്രൈസ് ദ ലോർഡ്. ആൻഡ് അബ്രഹാം ഈ മലയിൽ മണ്ടയ്ക്ക് കയറി ചെന്ന് അർപ്പിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം and he is again worship the Lord there. Say, Lord, you are everything for me. And that is what our worship also should be. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ, റോമൻസ് ചാപ്റ്റർ 12 തുടങ്ങുന്നത് ഇങ്ങനെയാണ്, therefore brethren, this is a reasonable worship. What is a reasonable worship? കർത്താവ് ഇപ്പോൾ ചോദിക്കുന്നത് നമ്മളുടെ മക്കളെ ഒന്നും ആയിരിക്കില്ല, പക്ഷേ ഒരു പക്ഷേ നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ നാക്ക്, നമ്മുടെ കണ്ണ്, നമ്മളുടെ ചിന്തകൾ, നമ്മുടെ അവയവങ്ങളൊക്കെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈസ് ഇറ്റ് ഗ്ലോറിഫൈങ് ടു ദ ലോർഡ്. പണ്ടായിരുന്നെങ്കിൽ ഒരു സ്ഥലത്ത് നമുക്ക് പോകണമായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ചിന്താമണ്ഡലങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം നമ്മളുടെ ജീവിതത്തിലുണ്ട്. ഈസ് ഇറ്റ് റിയലി ഗ്ലോറിഫൈങ് ഗോഡ്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒന്നാണോ? വി സേ, ലോർഡ്, I'm been baptized. I'm been baptized with the Holy Spirit. I pray in tongues. All that is very good. പക്ഷേ Romans chapter 12, if you don't follow, you could derail your whole Christian life. വിശ്വാസ കപ്പൽ തകർന്നു പോയെന്ന് ചിലരെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ നമുക്ക് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് വാൺ ചെയ്ത് എഴുതുന്നത്, ദിസ് ഇസ് ദ ലൈഫ്, വി ഹാവ് ടു ഡിസിപ്ലിൻ ourselves. ഞാനത് പറയുമ്പോൾ വേറെ ആരെക്കുറിച്ചും നമ്മളെക്കുറിച്ച് തന്നെ, എന്നെക്കുറിച്ച് തന്നെ, വി ഓൾ നീഡ് ടു വാക്ക് വെരി കെയർഫുള്ളി വിത്ത് അവർ ലൈഫ്. കർത്താവെ, ദൈവം നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഓരോ ദിവസവും 2 പാതകളും മുമ്പിൽ വെക്കുമ്പോൾ, കർത്താവ് ഓരോ സമയങ്ങളും ദൈവപ്രകാരം തീരുമാനിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാവണം. കർത്താവെ, ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ സഹായിക്കും. ആമേൻ.